പിയേട്ടാ അതെ വണ്ടികള് കൊറേ എന്താ മക്കളൊക്കെ എത്തി നല്ല മക്കള് അച്ഛൻ അറക്കാൻ നേരത്ത് ഹാജരായി ആ മനുഷ്യൻ വയ്യാതെ കിടന്നപ്പോ ഒരെണ്ണില്ല ശമ്പളക്കാരും ഒരു അരവിന്ദനും അതെ ഞാനും ചെന്ന ഉടനെ അഡ്മിറ്റ് ആവണോ അല്ല ഓപ്പറേഷൻ കഴിഞ്ഞാ പിന്നെ ഏതായാലും കുറച്ച് ദിവസം കിടക്കണല്ലോ എന്താ കിടക്കാൻ പേടിയുണ്ടോ അരവിന്ദന് പേടിന്ന് പറഞ്ഞ അത് ഉണ്ടാവല്ലോ ശരീരത്തിനകത്തുനിന്ന് ഒരു സാമാനം എടുത്ത് കളയല്ലേ പിയേട്ടാ അതെ ഇത് എടുക്കുമ്പോ ആരെങ്കിലും തട്ടിപ്പോയിട്ടുണ്ടോ എത്രയോ ആളുകള് വെറുതെ പേടിപ്പിക്കാതെ ഈ സമയത്ത് എനിക്ക് ധൈര്യം തരികയല്ലോ വേണ്ടേ ഞാൻ ധൈര്യം തന്നാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ അത് മതിയാവില്ല അരവിന്ദന് വരൂ വേറൊരാളെ തരാം മിസ്റ്റർ KPK നായർ മിസ്റ്റർ KPK നായർ മീറ്റ് മിസ്റ്റർ അരവിന്ദൻ ഇനി നിങ്ങൾ തമ്മിൽ സംസാരിക്കൂ ഹലോ നൈസ് ടു മീറ്റ് യു അരവിന്ദൻ എന്നെ വെറുക്കരുത് ശപിക്കരുത് വെറുതെ റോട്ടിക്കൂടെ പോകുന്ന ഒരാളെ ശപിക്കാനും വെറുക്കാനും എനിക്ക് എന്താ പ്രാന്തോ നായരെ അരവിന്ദൻ ഇനി ഇവിടെ ഒരു പണിയും ഇല്ലെന്ന് പറയാനാ അയാൾ നമ്മളെ തമ്മിൽ മുട്ടിച്ചത് എനിക്കൊരു പണിയില്ല അതെ എന്റെ കിഡ്നിയാ മുതലാളിക്ക് ഫിറ്റ് ചെയ്യുന്നത് അങ്ങനെ തീരുമാനിച്ചു ഇത് കണക്ഷൻ പോയി തന്നെ അല്ല പിയേട്ടാ ഒന്നും കിട്ടുവന്നേ അല്ലേ ഗതി ഈ വയ്യാണ്ടായിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കാ തുടക്കത്തിലാവുമ്പോ ഗുളിയോണ്ട മരുന്നോണ്ട ഭേദാവൂട്ടോ മൂത്താ പിന്നെ ഷോക്കാ ഇതെന്താ ഈ കേസ് മിസ്റ്റർ KPK നായർ പറഞ്ഞത് ശരിയാണ് എന്ത് ഞാനായിട്ട് ഒന്നും ചെയ്തതല്ല മുതലാളിയുടെ മക്കൾ തീരുമാനിച്ചതാണ് നിങ്ങൾ കൂട്ടു ചെയ്തതിനേക്കാൾ വില കുറവായതുകൊണ്ട് ഓഹോ അപ്പൊ അതാണല്ലോ എനിക്ക് ധൈര്യം തരാൻ പുതിയൊരാളെ കാണിച്ചു തരാന്ന് പറഞ്ഞത് വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട കേൾക്കണം അരവിന്ദനാണത് കേൾക്കേണ്ടത് എനിക്ക് ചെറിയ കാശിന്റെ ആവശ്യങ്ങളേ ഉള്ളൂ ഈ ചെറിയ ശരീരത്തിൽ ചെറിയൊരു കിഡ്നിക്ക് വെറും 1.5 ലക്ഷം രൂപ എന്ന് പറഞ്ഞപ്പോ അവരെന്റെ കിഡ്നി കയറി പിടിച്ചു അല്ലാതെ ഞാൻ മിസ്റ്റർ അരവിന്ദനോട് ഒരു കിഡ്നി ചെയ്തതല്ല നിർത്തടാ എനിക്ക് കേൾക്കേണ്ടത് എന്റെ കിഡ്നി പ്രസംഗം ഞാനിവിടെ കച്ചവടാക്കിയതേ കാലച്ചെറുപ്പം മുതൽ നല്ല മുട്ടയും പാലും കൊടുത്ത് അന്തസ്സായിട്ട് കൊണ്ടുവരുന്ന മുതലാ ഓ എന്റെ കിഡ്നിക്ക് അങ്ങനത്തെ ഒരു അഹങ്കാരവും ഇല്ല എന്നാ എനിക്കുണ്ട് മിണ്ടിപ്പോരുന്നേ ഇനി ഏരിയ കണ്ടുപോരുത് നിന്നെ നിന്റെ കിഡ്നികളെ മിസ്റ്റർ അരവിന്ദൻ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ അല്ല കാര്യങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു ഇയാളെ ഉപദ്രവിക്കാനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ നിൽക്കരുത് പ്ലീസ് ഗോ ഇല്ല ഈ ചതി ഞാൻ സഹിക്കില്ല നടക്കില്ല കാശ് കൊണ്ടുപോകാൻ ഈനാശോട്ടെ സഞ്ജുമായിട്ട് ഇപ്പൊ എത്തും ഇന്ന് വൈകുന്നേരം വരെ കാത്തു നിൽക്കും വിശംബരനും അണ്ണാച്ചിമാരും അത് കഴിഞ്ഞാ പിന്നെ ഇല്ല അങ്ങോട്ട് പോകരുത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ കാര്യങ്ങൾ എനിക്കറിയണം 23 മണിക്കൂറിലെ ഇങ്ങനെ ഒരു നെറുകേട് എന്നോട് കാണിച്ചാ എനിക്ക് അതെന്താന്ന് അറിയണം ആരും വിടില്ല ഞാൻ ഒരുത്തിനും വിടില്ല മാറി നിൽക്കണോ മുതലാളിമാരെ കൊള്ളാം അസലായിട്ടുണ്ട് ഗംഭീരായിട്ടുണ്ട് കച്ചവടം ഒന്നറിയില്ല അല്ലേ എന്റെ അമ്മയോടും സരസ്വതിയോടും ഞാൻ പറഞ്ഞു നിങ്ങൾ ദൈവാന്ന് എല്ലാരോടും പറഞ്ഞു എന്റെ മനസ്സിനോട് തന്നെ പിന്നെയും പറഞ്ഞു നിങ്ങൾ ദൈവാന്ന് എന്നോ മരിച്ചുപോയി എന്റെ അച്ഛനെ ശുശ്രൂഷിച്ചു കൊണ്ടു നടക്കുന്നതിന് പകരം നിങ്ങൾ എന്നെ ഒരു മകനെ പോലെ കരുതുന്നു വിചാരിച്ചാ നിങ്ങൾ എന്നെ ചതിക്കണായിരുന്നു എന്താടോ എന്താ ഇതെല്ലാം അത് ചാർട്ടിങ്ങിൽ ചെറിയൊരു ചേഞ്ച് പുതിയൊരു ഡോണർ വന്നു ഇയാൾ ചോദിച്ചതിന്റെ പകുതി തുക മതിയത്രേ കുട്ടികൾ അതങ്ങ് ഉറപ്പിച്ചു പ്രിലിമിനറി ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞു കാര്യങ്ങൾ ഓക്കെയാണ് അതറിഞ്ഞപ്പോ ഇയാൾ വെറുതെ കയറി അങ്ങ് വയലന്റ് ആവുന്നു അങ്ങാടിയിൽ ഒരേ ഗുണനിലവാരമുള്ള ഒരേ സാധനം 2 വിലക്ക് കിട്ടാറുണ്ട് അരവിന്ദൻ ഇതിലേതാണ് വാങ്ങുക കുറഞ്ഞ വിലയുള്ളത് അല്ലേ അത് തിരിച്ചറിയാത്തവൻ മണ്ടൻ ജീവിക്കാൻ അർഹതയില്ലാത്തവൻ അപ്പോ എന്റെ മക്കൾ തീരുമാനിച്ചത് തന്നെ ശരി ശരീരത്തിൽ ഭാരം കൂടിയിട്ട് വിൽക്കാൻ കൊണ്ടുവന്നല്ല ജീവിക്കാൻ കുടുംബത്തെ ജീവിപ്പിക്കാൻ ഒരു കിഡ്നി അല്ല വേണമെങ്കിൽ ഈ ശരീരത്തിലെ ഓരോ അവയവും പറിച്ചു വെച്ച തീർന്നു വന്നാൽ അങ്ങനെയും ജീവിപ്പിക്കാൻ സമ്മതിക്കില്ല ഞാൻ എന്നോട് പറഞ്ഞ വാക്കിന് നിങ്ങൾ എന്റെ കിഡ്നി സ്വീകരിച്ച തീരൂ വാക്കോ ഇതിലൊന്നും വലിയ കാര്യമില്ല രവന്ത കിഡ്നി മുതൽ ഹൃദയം വരെ മാറ്റിവെക്കാൻ പഠിച്ച മനുഷ്യന് മാറ്റി പറയാൻ പറ്റാത്ത ഒന്നാണോ ഒരു വാക്ക് ഒന്ന് മനസ്സിലാക്കിക്കോ കൊടുക്കൽ വാങ്ങലുകളുടെ ഒരു വലിയ ചന്തയാണ് ഈ ലോകം ഇവിടെ വിൽക്കുന്നതെന്തും വലിയ വിലയ്ക്ക് വിൽക്കണം വാങ്ങുന്നതെന്തും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാനും പഠിക്കണം അതറിയാത്തവൻ കച്ചവടം അവിടെ വെച്ച് അവസാനിപ്പിച്ച് പോകുന്നതാണ് നല്ലത് മനസ്സിലായില്ലേ തനിക്ക് പോകാം ഇവിടുന്ന് ഇറങ്ങി പോകാനാ പറഞ്ഞത് പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ലേ വേണ്ട ഞാൻ പറഞ്ഞ പൊക്കോളും
മുതലാളി തൊഴുകയോടെ വന്നു, തൊഴുകയോടെ പോവാ. ഒരു ചെറിയ കാര്യം, നാളത്തെ പത്രം ഒന്ന് മുതലാളി വായിക്കണം. നല്ലൊരു വാർത്ത ഉണ്ടാവും. വായിക്കാറില്ലേ ദിവസം നമ്മുടെ പത്രങ്ങളിലെ കുടുംബങ്ങളുടെ കൂട്ടാത്മഹത്യകളെ കുറിച്ച്? ദാരിദ്ര്യവും പട്ടിണിയും ബ്ലേഡും പലിശയും വരുത്തി തീർത്ത കൂട്ടക്കുരുതികള്. അവരാരും വിനോദയാത്രയ്ക്ക് പോയവരല്ല. പിറന്ന നാട് കരുതി വെച്ചത് കണ്ണീരും കഷ്ടപ്പാടും മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ, ജീവിക്കാൻ അർഹതയില്ലെന്ന് ഉറപ്പായപ്പോ തിരിച്ചുപോയവരാ. ആ കൂട്ടത്തില് ഈ അരവിന്ദന്റെ കുടുംബത്തിനും ടിക്കറ്റ് ഒക്കെയാ. കടങ്ങളും കഷ്ടങ്ങളില്ലാത്തടത്തേക്ക് എനിക്കും എന്റെ കുടുംബത്തിനും ടിക്കറ്റ് ഒക്കെയാ. ഈശ്വരൻ അനുഗ്രഹിച്ചവർക്ക് ശപിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന എന്തിനാ? എന്നാലും പ്രാർത്ഥനയുണ്ട് അങ്ങയുടെ ആരോഗ്യത്തിനും ആയുസ്സിനും. മിടുക്കൻ, ഇങ്ങനെ വേണം. പൗത്ര കാശിങ് മേടിച്ചു. കാശല്ല, പിന്നെ ബിരിയാണിയാ. ബിരിയാണിയോ? ഓ, കാശ് കിട്ടിയതിന്റെ ആഘോഷം. തമ്പർനോത്തിക്ക് ബിരിയാണി. ശരി, കാശെട്. പറഞ്ഞ നേരം തെറ്റിട്ട് ഒരുപാടായി. കാശ് കിട്ടിയില്ല. തരാന്ന് പറഞ്ഞവര് വാക്ക് മാറി. മക്കളെ, ചരക്ക് പൊക്കി വണ്ടിയിലിട്. കൊണ്ടുപോയിട്ട് എനിക്കൊരു തിരുവാതിര കളിക്കാനുണ്ട്. വണ്ടിയിലോട്ട് എന്നൊന്നും ചെയ്യരുത്. ഇന്നത്തോടെ എല്ലാം തീർന്നു എന്ന് വിചാരിച്ചതാ. ദൈവത്തോർത്ത് എന്നൊന്നും ചെയ്യരുത്. വേണ്ട. ഇങ്ങോട്ടും വണ്ടി കയറണം. ഇങ്ങോട്ട് വരാൻ അടുക്കരുത്. അടുത്ത് വരരുതെന്ന് പറഞ്ഞേ. അടുത്ത് വന്ന് ഇനി എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. വരരുത്.